ഹലോ മക്കളെ, SSLC എക്സാം വരികയാണല്ലേ. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ പബ്ലിക് എക്സാം ആണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടോ മക്കൾക്ക്? എങ്ങനെയാണ് എക്സാം എഴുതുക എന്നൊക്കെയുള്ള ടെൻഷൻ ഉണ്ടോ? അപ്പോൾ ടെൻഷൻ അടിക്കേണ്ട കേട്ടോ. കുറച്ച് ടിപ്സ് മിസ് പറഞ്ഞുതരാം. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ സെയിം സ്കൂളിൽ നിന്നാണ് എക്സാം ഒക്കെ എഴുതുക അല്ലേ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ, നമ്മൾ എക്സാം തുടങ്ങുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് മുന്നെങ്കിലും നിങ്ങളെ സ്കൂളിൽ എത്തിയിട്ട് നിങ്ങളുടെ സീറ്റ് നമ്പറൊക്കെ എവിടെയാണെന്ന് കണ്ടുപിടിക്കുക. നമ്മളിങ്ങനെ തിരക്കിട്ട് ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് എന്താണെന്നറിയാം, നമ്മൾ ഭയങ്കര ടെൻസ്ഡ് ആയിരിക്കും. അതായത് നമ്മളൊരു അരമണിക്കൂർ മുമ്പ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് മുമ്പേ നമ്മൾ സീറ്റിലിരുന്നാൽ നമ്മൾ നല്ല റിലാക്സ്ഡ് ആയിട്ടിരുന്ന് നമുക്ക് എക്സാം എഴുതാൻ പറ്റും. പിന്നെ നിങ്ങൾ നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഹാൾ ടിക്കറ്റ് നിർബന്ധമായിട്ട് എടുക്കണേ. ഹാൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പൊന്നുമക്കൾ മറന്നു പോകരുത് കേട്ടോ. അതുപോലെ തന്നെ പെന്ന്, അതുപോലെ പെൻസില്, സ്കെയിൽ, എന്താണോ നിങ്ങളെ ബോക്സ്, അതായത് ഇപ്പം മാത്സ് എക്സാം ആണെങ്കിൽ ഇൻസ്ട്രുമെന്റ് ബോക്സ് ഒക്കെ എടുക്കുക കേട്ടോ. പിന്നെ എക്സാമിൻ്റെ സീറ്റിലൊക്കെ നന്നായിട്ടിരുന്നാലും ഒന്ന് എന്ത് ചെയ്യുക, നന്നായിട്ടൊന്ന് ബ്രീത്ത് ചെയ്ത് ബ്രീത്ത് ഔട്ട് ചെയ്ത് മൈൻഡൊക്കെ റിലാക്സ്ഡ് ആയിട്ട് അടിപൊളിയായിട്ടിരിക്കുക. നിങ്ങളെ SSLC എക്സാമിനൊരു ഭീകര സംഭവമായിട്ട് കാണരുത്. ടെൻഷൻ അടിച്ചാലുള്ള കുഴപ്പം എന്താണെന്ന് പറയാം. എനിക്കറിയാം, നിങ്ങൾ ആദ്യമായിട്ടൊരു പബ്ലിക് എക്സാം എഴുതാൻ പോകുന്നൊരു ടെൻഷൻ എൻ്റെ മക്കൾക്ക് ഉണ്ടാവും അല്ലേ. ടെൻഷൻ ഒന്നും അടിക്കേണ്ട. ടെൻഷൻ അടിച്ചാലുള്ള പ്രശ്നം എന്താണെന്നറിയോ, നമ്മളിപ്പോൾ അറിയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നതെങ്കിലും ഉണ്ടല്ലോ, നമ്മുടെ മൈൻഡിൽ ആ ഉത്തരം ഉണ്ടാവും. പക്ഷെ നമ്മൾ എഴുതുന്ന സമയത്ത് നമുക്ക് ആ ഉത്തരമായിരിക്കില്ല നമ്മൾ ചിലപ്പോൾ എഴുതുക. അപ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, ടെൻഷൻ എല്ലാം മാറ്റി വെക്കുക. മൈൻഡ് ഫ്രീ ആയിട്ടിരിക്കുക കേട്ടോ. മൈൻഡ് ഫ്രീ ആയിട്ടിരിക്കുക. എന്നിട്ട് നിങ്ങൾ ആൻസർ ഷീറ്റ് വരും. നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങളൊരു ടേണിംഗ് പോയിന്റ് ആണ് ഇവിടുന്ന് തുടങ്ങാൻ പോകുന്നത്. ആ ബ്ലാങ്ക് ഷീറ്റിൽ നിങ്ങൾ എന്ത് എഴുതുന്നോ അതാണ് നിങ്ങൾ ടേണിംഗ് പോയിന്റ് തീരുമാനിക്കുക. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ടെൻഷനായിട്ട് എഴുതി നിങ്ങൾക്ക് ആ ബ്ലാങ്ക് ഷീറ്റിൽ നമ്മൾ വിചാരിക്കുന്ന കാര്യമാണ് എഴുതാൻ പറ്റുക അല്ല. അപ്പം നിങ്ങളുടെ ലൈഫിലെ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഈ March 4 നിങ്ങളെ മുമ്പിലേക്ക് തരുന്ന ആ ഒരു ബ്ലാങ്ക് ഷീറ്റിൽ നിങ്ങൾ എന്ത് എഴുതുന്നു എന്നുള്ളതാണ് കേട്ടോ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ, ആദ്യം നമ്മളെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറയും. ആ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നന്നായിട്ട് ഇരുന്ന് വായിക്കാം, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് രജിസ്റ്റർ നമ്പർ ഒക്കെ ഫില്ല് ചെയ്യാനുണ്ടാവും. അതുപോലെ നമ്മൾ ഫ്രണ്ട് പേജ് നന്നായിട്ട് നോക്കിയിട്ട് എവിടേക്കാണ് ഫില്ല് ചെയ്യേണ്ടതെന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ. അതിനുശേഷം ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടി ആദ്യം എന്ത് ചെയ്യുക, ചിലപ്പോൾ നിങ്ങളെ രജിസ്റ്റർ നമ്പർ ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതാനുള്ളൊരു സ്ഥലം ഉണ്ടാവും, അവിടെ നിങ്ങളെ രജിസ്റ്റർ നമ്പറൊക്കെ എഴുതുക. എന്നിട്ട് ക്വസ്റ്റ്യൻസ് ആദ്യത്തെ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ്. ആ സമയത്ത് ചാടി പിടിച്ച് എഴുതാതെ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് ഇരുന്ന് വായിക്കാം, നല്ലോണം വായിക്കാം. അപ്പോൾ നിങ്ങൾ ചില കേസിൽ പറ്റുന്ന പ്രശ്നം എന്താണെന്ന് അറിയോടാ, നമ്മൾ കുറച്ച് സബ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ അറിയുന്ന തിരക്കിൽ എന്ത് ചെയ്യും, നിങ്ങൾ ആൻസറിങ് ചെയ്തു ആ സബ് ക്വസ്റ്റ്യൻസ്, അതായത് ABC എന്ന് പറയുന്ന സബ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളോട് വിട്ടു. ആ സമയത്ത് നമ്മളെ മാർക്ക് കുറയല്ലേ ചെയ്യുക. അങ്ങനെയാണ് പലർക്കും മാർക്ക് പോകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ടിരുന്ന് വായിക്കാം. എന്നിട്ട് എന്ത് ചെയ്യാന്നറിയോ, വായിച്ചിട്ട് മൈൻഡിൽ നന്നായിട്ട് ഉറപ്പ് വരുത്താം ആ ഉത്തരമൊക്കെ. നിങ്ങൾ ആൻസർ ഷീറ്റ് എടുത്തു, നിങ്ങൾ എല്ലാ കാര്യവും ഫില്ല് ചെയ്തു. എന്തൊക്കെയാണ് അവിടെ സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും, എവിടേക്കാണ് ഫില്ല് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ പ്രോപ്പറായിട്ട് നല്ല വൃത്തിയിൽ എഴുതുക കേട്ടോ. എഴുതി നിങ്ങൾ ആൻസർ എഴുതുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ, കൺജസ്റ്റഡ് ആയിട്ട് എഴുതാണ്ടിരിക്കുക. അതായത് കുറച്ചൊരു സ്പേസ് വിട്ട് എഴുതുക കേട്ടോ. ടീച്ചേഴ്സിന് റീഡബിൾ ആയിരിക്കണം നിങ്ങൾ ആൻസേഴ്സ് എന്ന് പറയുന്നത്. നിങ്ങൾ കുത്തി നിറച്ച് എഴുതരുത്. നിങ്ങൾ ആൻസർ ഷീറ്റ് നല്ല വൃത്തിയാണെങ്കിൽ മാർക്ക് താനെ അങ്ങ് വീണോളൂ. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. അപ്പം നല്ല വൃത്തിയിൽ എന്ത് ചെയ്യുക, നന്നായിട്ട് ആൻസർ എഴുതാം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ. എൻ്റെ മക്കളെ, ക്വസ്റ്റ്യൻ നമ്പർ നിങ്ങൾ എന്ത് ചെയ്യുന്ന അറിയുന്ന വെപ്രാളത്തിലെങ്കിൽ സ്പീഡിലെങ്കിൽ എഴുതിപ്പോവും. ക്വസ്റ്റ്യൻ നമ്പർ ഇടാണ്ട് നമ്മൾ എഴുതിയ കാര്യമുണ്ടോ? ഒരു 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കുക, നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ടുണ്ടാവില്ല. അപ്പം നിങ്ങൾക്ക് അതിന് നന്നായി ടീച്ചേഴ്സ് കറക്റ്റ് ചെയ്യുന്ന സമയത്ത് അതിന് മാർക്ക് തരാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. അപ്പം നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ പ്രോപ്പറായിട്ട് ഇടാം കേട്ടോ. നമുക്കറിയാം കുറേ ചോയ്സ് ക്വസ്റ്റ്യൻ ഉണ്ടാവും അല്ലേ. 2 മാർക്കിന്റെ 3 മാർക്കിന്റെ 4 മാർക്കിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നിങ്ങൾ എഴുതുന്ന സമയത്ത് എന്ത് ചെയ്യാന്നറിയോ, അതായത് നിങ്ങൾ ഒരേ മാർക്കുള്ള സെക്ഷൻസ് ഒക്കെ മാക്സിമം ട്രൈ ചെയ്താൽ മതി. പറ്റുമെങ്കിൽ മതി ഒരേ സെക്ഷൻസ്, അതായത് ഒരേ മാർക്കുള്ള സെക്ഷൻസ് ഒക്കെ ഒരേ സ്ഥലത്ത് തന്നെ എഴുതാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ നമ്പറിന്റെ കാര്യം മിസ് ഓൾറെഡി പറഞ്ഞു. പിന്നെ മാർക്കിനനുസരിച്ചുള്ള ഉത്തരം മാത്രം എഴുതുക കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ചാപ്റ്ററിൽ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ആ ചാപ്റ്ററിൽ എല്ലാ കാര്യവും നിങ്ങൾ എഴുതേണ്ട കാര്യമില്ല. ആ ക്വസ്റ്റ്യൻ എന്താണോ ആ ക്വസ്റ്റ്യൻ ആപ്റ്റ് ആയിട്ടുള്ള ഉത്തരം മാത്രം എഴുതുക. ഓക്കെ. നിങ്ങൾ എഴുതുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കുക, അയ്യോ എൻ്റെ തൊട്ടടുത്തുള്ള വളരെ എഴുത്താണല്ലോ എഴുതുന്നത്, എനിക്ക് ഇത്ര ഒന്നും എഴുതാൻ എന്തുണ്ടോ. നിങ്ങൾ അതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. കറക്റ്റ് പോയിന്റ്സ് നിങ്ങളെ ആൻസർ ഷീറ്റിൽ ഉണ്ടോ, മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ. നമ്മൾ കുറെ എഴുതിയതുകൊണ്ടൊന്നൊരു കാര്യമില്ല. ആപ്റ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എന്തുണ്ടായിരിക്കണം, നമ്മൾ ആൻസർ ഷീറ്റിൽ ഉണ്ടായിരിക്കണം. പിന്നെ
നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആൻസേഴ്സ് ഒക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ നിങ്ങൾക്ക് ഉണ്ടാവും ഓർഡറിൽ അറ്റൻഡ് ചെയ്യണമെന്നുള്ളത്. ഓർഡറിൽ അറ്റൻഡ് ചെയ്യേണ്ട, പക്ഷേ ക്വസ്റ്റ്യൻ നമ്പർ കറക്റ്റ് ആയിട്ട് ഇട്ടാൽ മതി കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ 1ാമത്തെ ക്വസ്റ്റ്യൻ അറിയാം, പിന്നെ നിങ്ങൾക്ക് 2ാമത്തെ ക്വസ്റ്റ്യൻ അറിയില്ല, മേ ബി 4ാമത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും അറിയാം. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, 4ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയാൽ മതി. അതായത് നിങ്ങൾ കറക്റ്റ് ഓർഡറിൽ തന്നെ എഴുതണമെന്ന് ഒരു നിർബന്ധമില്ല, പക്ഷേ നിങ്ങൾ എഴുതുന്ന ക്വസ്റ്റ്യൻ നമ്പർ എന്തായിരിക്കണം, കറക്റ്റ് ആയിരിക്കണം കേട്ടോ. പിന്നെ എക്സാം അപ്പോൾ എഴുതിയിട്ട് നിങ്ങൾക്ക് ഇനി സമയം ഉണ്ടെന്ന് വിചാരിക്കുക. സമയം ഉണ്ടെങ്കിൽ ചോയ്സ് ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ അതും കൂടി എഴുതി വെക്കുക. ഏതാണോ കൂടുതൽ മാർക്ക് അതാണ് നമ്മൾ എക്സാമിന് എടുക്കുക കേട്ടോ. അപ്പം മക്കൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ടെൻഷൻ ഫ്രീ ആയിട്ട്. പിന്നെ മാത്സ് എക്സാമിനൊക്കെ പോകുന്ന സമയത്ത് ഇൻസ്ട്രുമെന്റ് ബോക്സ് ഒന്നും എടുക്കാതെ പോകരുത് കേട്ടോ. ഇൻസ്ട്രുമെന്റ് ബോക്സ് ഒക്കെ എടുക്കുക, സ്കെയില്, പെൻസിൽ, എല്ലാ കാര്യവും എടുക്കുക. ഒരു പെൻ എന്നായിട്ട് ആരും എക്സാം ഹാളിൽ പോകല്ലേ. 2 പെന്നോ 3 പെന്നോ എന്ത് ചെയ്യുക, കയ്യിൽ കരുതുക. എന്നിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ആ ഒരു ഭാഗം ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ ഒരു പോയിന്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സെൻറ്റൻസ് ഉണ്ടാവുമല്ലോ നിങ്ങൾ എഴുതിയിൽ, ആ ഒരു പോയിന്റ് മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. അതാണ് സമയത്ത് നിങ്ങൾ ആൻസേഴ്സ് ചെക്ക് ചെയ്യുന്ന ടീച്ചേഴ്സ് പെട്ടെന്ന് അത് സ്ട്രൈക്ക് ചെയ്യും കേട്ടോ. പിന്നെ വൃത്തി, ഹാൻഡ് റൈറ്റിംഗ് എല്ലാവർക്കും ഒരേപോലത്തെ ഹാൻഡ് റൈറ്റിംഗ് അല്ല, എല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ള ഹാൻഡ് റൈറ്റിംഗ് ആയിരിക്കും ഉണ്ടാവുക. എന്നാലും മാത്സിന് എന്ത് ചെയ്യുക, നമ്മൾ വാരി വലിച്ചെഴുതാതെ മാക്സിമം നല്ല വൃത്തിയിൽ എഴുതാൻ ശ്രമിക്കുക കേട്ടോ. അതുപോലെ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു 2 ലൈൻ ഇങ്ങനെ സ്പേസ് വിട്ടിട്ട് അടുത്ത ക്വസ്റ്റ്യന് ഉത്തരം എഴുതുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മാർജിൻ. നമ്മൾ എക്സാം എഴുതുന്ന സമയത്ത് നമുക്ക് മാർജിൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നിങ്ങൾ ഒന്നെങ്കിൽ സ്കെയിലും പെൻസിലൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊരു മാർജിൻ വരയ്ക്കുക. അതായത് ഒരു മാർക്ക് ഇടാനുള്ളൊരു സ്പേസ് നിങ്ങൾ അവിടെ വെക്കുക കേട്ടോ. അല്ലാതെ മാർജിൻ്റെ ഇപ്പുറത്തേക്കായിട്ട് ഉത്തരം എഴുതരുത്. അപ്പം നമ്മൾ ആൻസർ ഷീറ്റ് ഇങ്ങനെ നിറഞ്ഞു കിടക്കും പോലെ ഉണ്ടാവും, ഒരു സ്പേസ് ഇല്ലാതെ. അപ്പം നന്നായിട്ടൊരു മാർജിനൊക്കെ വരച്ചിട്ട് ആൻസർ എഴുതാം കേട്ടോ. അപ്പം ഇത്രയും കാര്യം കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. നന്നായിട്ട് ഫുഡൊക്കെ കഴിക്കുക കേട്ടോ. നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ച് എനർജറ്റിക് ആയിട്ട് എക്സാമിന് പോവാം കേട്ടോ. രാത്രി ഉറക്കമൊഴിഞ്ഞൊന്നിരുന്ന് പഠിക്കേണ്ട, നന്നായിട്ട് ഉറങ്ങിയിട്ട് രാവിലെ ഫ്രഷപ്പ് ആയിട്ട് നല്ല മൈൻഡ് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യുക, എക്സാമിന് പോവുക. എക്സാമിന് പോകുന്ന സമയത്ത് മൈൻഡ് ഫ്രീ ആയിട്ട് വിടാം, ടെൻഷൻസ് ഒന്നും വേണ്ട. അപ്പം മക്കളെ നന്നായിട്ട് എക്സാം എഴുതാം കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. ടാറ്റാ.